വെളിപ്പാട് പുസ്തകത്തിനകത്ത് നമുക്ക് വായിക്കുവാൻ കഴിയും. 3-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം, യേശു വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. 2 ആരെങ്കിലും 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 യേശുവിന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ. 3 ഞാൻ അവന്റെ അടുക്കൽ ചെന്ന് അകത്ത് വന്ന് അടുക്കൽ വന്ന് ജാതി ചോദിക്കാതെ, നിറം ചോദിക്കാതെ, കഴിഞ്ഞ കാല ചരിത്രം ചോദിക്കാതെ, ചെയ്തതിന് ശിക്ഷ കൊടുക്കുമെന്ന് പറഞ്ഞ് ഭയപ്പെടുത്താതെ, കോഴിയോ തേങ്ങായോ വേണമെന്ന് പറയാതെ, മെഴുകുതിരിയോ ചിരട്ടക്കരിയോ വേണമെന്ന് പറയാതെ, ഒന്നും ചോദിക്കാതെ അവൻ്റെ അടുക്കൽ വരും. എൻ്റെ കർത്താവ് ആരാണെന്നറിയാമോ? ഹല്ലേലൂയ. ഹൃദയത്തിൻ്റെ വാതിൽ തുറന്നാൽ, നിന്റെ ജീവിതത്തിൻ്റെ വാതിൽ തുറന്നാൽ അകത്ത് വരുന്നവനായ യേശു. ഹല്ലേലൂയ. അവൻ വെളിയിൽ നിൽക്കത്തില്ല, അകത്ത് വരും. 4 അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ഒരു പാത്രത്തിൽ നിന്ന് അത്താഴം കഴിക്കുമെന്ന്. പലസ്തീൻ നാട്ടുകാർ അങ്ങനെയാണ്. ഇറച്ചിക്ക് ഒരു പാത്രം, ഓരോരുത്തർക്കും ഓരോ പ്ലേറ്റ് ഇല്ല. ഓരോരുത്തർക്കും ഒരു ഇറച്ചിക്ക് ഒരു പാത്രം, അപ്പത്തിന് ഒരു പാത്രം, പച്ചക്കറിക്ക് ഒരു പാത്രം. ഹല്ലേലൂയ. ഇതെല്ലാം കൂടി ഇരുന്ന് കഴിക്കും എന്ന് പറഞ്ഞാൽ നിന്റെ സഹോദരനാകും. അവന് ജാതിയില്ലാത്ത ഒരു ദൈവമാണ് യേശു. 5-ാമത്തെ കാര്യം, അത്താഴം കഴിക്കും. രാത്രി മുഴുവൻ നിന്റെ കൂടെ താമസിക്കുന്ന. പലസ്തീൻ നാട്ടിൽ ആഹാരം കഴിച്ചു കഴിഞ്ഞ് വെച്ച് ഗസ്റ്റിന് പോകാൻ, അത്താഴം കഴിഞ്ഞിട്ട് പോകാനൊക്കത്തില്ല. രാവിലെ ആഹാരം കഴിഞ്ഞിട്ട് പോകാം, ഉച്ചക്കലത്തെ ആഹാരം കഴിഞ്ഞിട്ട് പോകാം, വൈകിട്ടത്തെ ആഹാരം കഴിയുമ്പോൾ അവിടെ തന്നെ താമസിക്കണം. യേശു പറയാണ്, ഞാൻ അത്താഴം കഴിക്കും എന്ന് പറഞ്ഞാൽ ആ രാത്രി മുഴുവൻ അവിടെ താമസിക്കും. നമ്മൾ ഈ കാണുന്ന ലോകമുണ്ടല്ലോ, ഇത് നമ്മൾ അന്ധകാരം നിറഞ്ഞ കാലത്തിലാണ്. പക്ഷേ യേശു പറയുകയാണ്, ഞാൻ അവിടെ വന്ന് താമസിക്കാം, ഞാൻ നിന്റെ കൂടെ താമസിക്കാം എന്ന് പറഞ്ഞാൽ ഞാൻ നിന്നെ വിട്ടിട്ട് പോകത്തില്ല. യേശുവിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അവൻ നിന്റെ ജീവിതത്തിനകത്തുണ്ടായിരിക്കും, അവൻ നിന്റെ ഹൃദയത്തിനകത്തുണ്ടായിരിക്കും, അവൻ നിന്റെ ദൈവമായിട്ടുണ്ടായിരിക്കും. ഇനിയും കേട്ടാട്ടെ, ഇത് ചെയ്തു കഴിഞ്ഞാൽ 1-ാമത്തെ കാര്യം, ഹല്ലേലൂയ, റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം, നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. എന്ന് പറഞ്ഞാൽ നീ ദൈവത്തെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ദൈവം നിന്റെ ഹൃദയത്തിലേക്ക് വരും, ദൈവം നിന്റെ ജീവിതത്തിലേക്ക് വരും, ദൈവം നിന്റെ യേശു ക്രിസ്തു നിന്റെ ജീവിതത്തിലേക്ക് വരും. അവൻ നിന്റെ കൂടെ ഈ രാത്രി മുഴുവൻ താമസിക്കും. അവൻ നിന്നെ വിട്ടിട്ട് പോകത്തില്ല, കൈവിട്ടിട്ട് പോകത്തില്ല. അവൻ നിന്റെ കൂടെ ഈ രാത്രി മുഴുവൻ, നീ ഈ ലോകത്തിൽ ഉണ്ടായിരിക്കുന്ന കാലത്തോളം നിനക്ക് എന്തെല്ലാം പ്രയാസം ഉണ്ടായിരുന്നാലും അവൻ നിന്നെ വിട്ടിട്ട് മാറി നിൽക്കത്തില്ല. എനിക്ക് ഒരു കാര്യം ഓർമ്മ വരുന്നുണ്ടാവും. ഞാൻ ഇച്ചിരിയുള്ള സമയത്ത്, വളരെ ചെറുതായിരിക്കുന്ന സമയത്ത്, എത്ര വയസ്സ് കാണും, 5-6 വയസ്സോ പ്രായമുള്ള സമയത്ത് എൻ്റെ പപ്പ ഒരു ദിവസം എന്നെ കൊണ്ട് റോഡിൽ പോകാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അതിന് 3 കിലോമീറ്റർ നടക്കണം. ഞങ്ങൾ കാട്ടുപ്രദേശത്ത് താമസിക്കുന്ന മനുഷ്യരാണ്. ഒരു തീപ്പെട്ടി വാങ്ങിക്കണമെങ്കിൽ 3 കിലോമീറ്റർ വേണം. ഏതോ കാര്യത്തിൽ പപ്പ പോയപ്പോൾ എന്നെ കൂടെ കൊണ്ടുപോയി. അപ്പം ഞാൻ അന്നത്തെ കാലത്ത് നിക്കറും ഷർട്ടും ഒക്കെ ഇട്ട് പുറകെ പോവുകയാണ്. എൻ്റെ പപ്പായ്ക്ക് പതുക്കെ നടക്കാൻ അറിയത്തില്ല. പപ്പ അതിവേഗത്തിൽ ഓടിയാണ് നടക്കുന്നത്, ഇങ്ങനെ ഓടിയാണ് നടക്കുന്നത്. പക്ഷേ അവിടെ നിന്ന് ചെന്നിട്ട് അവിടെ നിൽക്കും. എന്നിട്ട് ഞങ്ങളോട് വന്നു കഴിയുമ്പം പപ്പ പിന്നെ നടക്കും, പിന്നെ ഞങ്ങൾ അടുത്ത് വരും. അങ്ങനെ പപ്പ അങ്ങനെ നിന്ന് പോകുന്ന, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പോൾ അവിടെ ഒന്നും ആൾപ്പാർപ്പുള്ള സ്ഥലമല്ല. എൻ്റെ വിചാരം ഞങ്ങളുടെ വീടിനും റോഡിനും ഇടയ്ക്ക് ഈ 3 കിലോമീറ്ററിനകത്ത് 10 വീടുകൾ പോലും ഇല്ല. അപ്പോൾ ഇടയ്ക്ക് ഒത്തിരി ഒഴിഞ്ഞ സ്ഥലങ്ങളുണ്ട്. അവിടെ വന്നു കഴിയുമ്പോൾ പപ്പ എൻ്റെ ഒക്കെ പറഞ്ഞു, മോൻ മുമ്പോട്ട് പപ്പായ്ക്ക് ഒന്നുക്ക് പോകണം. നമ്മൾ അന്നത്തെ ഭാഷ പറഞ്ഞ് മൂത്രം ഒഴിക്കണം. ഞാൻ പതുക്കെ ഇങ്ങനെ മുമ്പോട്ട് പോവുകയാണ്, പേടിച്ച് കൊച്ചു ചേർക്കാൻ ഇങ്ങനെ പോവുകയാണ്, ഞാൻ അങ്ങോട്ട് പോവുകയാണ്. ഇച്ചിരി കഴിഞ്ഞ് വെച്ച് കണ്ട് പപ്പായെ കാണുന്നില്ല. ഞാൻ കുറച്ചു നേരം നിന്നു. എന്നിട്ട് ഞാൻ തിരിഞ്ഞു, പപ്പായെ കാണുന്നില്ല. ഞാൻ ഉറക്കം നിലവിളിച്ച് പപ്പ ഒരു മരത്തിൻ്റെ പുറകിൽ ഒളിച്ചു നിൽക്കുകയായിരുന്നു. പപ്പ വന്നു വെച്ച് പറഞ്ഞു, എടാ മണ്ടച്ചാരെ, ഞാൻ നിന്നെ ഇട്ടിട്ട് പോകുമോ? ഒരു ദിവസം ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവം എന്നെ ഓർപ്പിച്ചു, നോക്കിയേ, നിന്റെ അപ്പൻ നിന്നെ വിട്ടിട്ട് ഒളിച്ചു നിന്നു, ഞാൻ നിന്നിൽ 40 നേരത്തേക്ക് പോലും ഒളിച്ചു നിൽക്കത്തില്ല. എൻ്റെ ദൈവം ആരാണെന്നറിയോ? അവൻ നിന്റെ കൂടെ നടക്കുന്നവനാണ്. ഹല്ലേലൂയ.